magician and illusionist. മജിഷ്യൻ സാമ്രാജ്യനെ കോതമംഗലത്തെ കൊച്ചു കോട്ടപ്പിടി എന്ന ഗ്രാമത്തിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. നീല മാഡത്തിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമാണ്. ഞാൻ എന്താ പറയട്ടെ, അത് ഞാൻ പറയാം. നിങ്ങൾ അതിനൊരു പ്രശ്നം, നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണം നേരത്തെ ഉണ്ടാവാം. അടിഞ്ഞ് താങ്കളെ നല്ല രീതിയിൽ വിഷമിച്ചു വേർപാടാണ്. ശരിയാണോ? ആണെങ്കിൽ പേരെന്ന് പറയണം, ആണെങ്കിൽ യെസ് എന്ന് പറയണം. യെസ് ഉടനെ നിങ്ങൾ എഴുതാൻ സംഭവിച്ച കാര്യമാണത്. 2 വർഷമായി ആരുമായിക്കോട്ടെ ഞാനത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമ്മളൊന്ന് ജീവിതത്തിൽ ആത്മഹത്യ നമ്മൾ കാണിക്കാം. ഈ പേര് ഉപയോഗിച്ചു. അതിൽ ആ പേര് ഞാൻ കാണാതെ അത് എഴുതണം. ഞാൻ കാണാതെ എഴുതണം. വലുതായിട്ട് എഴുതണം. വലുതായിട്ട് എഴുതുക. എല്ലാം ബാക്കിലുള്ള കാണുന്ന രീതി വലുതായിട്ട് എഴുതുക. ഞാൻ കാണണ്ട. ആ ഏതാ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ കുറച്ച് പറയണേ യെസ് എന്ന് പറയണം. ആൾക്കാരുടെ ശബ്ദം ഇല്ലയോ? കുറച്ച് പറഞ്ഞേ അല്ല എന്താണ് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യണം. ആ പേര് അവിടെ വെച്ചിട്ട് ആ പേപ്പർ ഞാൻ കാണാതെ ആരും കാണാതെ കീറിയെടുക്കുക. ആ പേപ്പർ മാത്രം കീറിയെടുത്തോ? എടുത്തോ? എഴുതും. എന്നിട്ട് അത് ചുരുട്ടി കയ്യിൽ വെക്കുക. ചുരുട്ടി കൈ വെക്കുക. നിങ്ങൾ നീങ്ങുക. ഞാനത് എന്റെ മാച്ചിലൂടെ നീ ആവാഹിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാ ചിന്തകളും മനസ്സിൽ മാറ്റി അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഇട്ട് അതിനെ പിടിക്കുക. ഉയർത്തിപ്പിച്ചോണം. എനിക്ക് കാണുക. അതിനുള്ളത് എനിക്ക് വായിക്കാൻ വേണ്ട. ആ പേരെഴുതിയിട്ടുണ്ട്. ആ മരണപ്പെട്ട ആളുടെ പേരെഴുതിയിട്ടുണ്ട്. ഏതാ പുതിയ പേരിയ എല്ലാ ചിന്തകളും മനസ്സിൽ മാറ്റി എന്റെ അടുത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. കുടുംബത്തിന്റെ 2 വർഷം മുമ്പ് മരിച്ച കാര്യം കയ്യിൽ പേരെടുത്ത് ചിരിക്കരുത്. ചിരിക്കരുത്. അപ്പോൾ മാജിക്കിന്റെ ഭാഗമായി ചിരിച്ചു പോകുന്നത് ഓർക്കുക. ആ രൂപത്തെ മാത്രം വെച്ച് കാണുക. കണ്ടു കഴിഞ്ഞൂല്ലേ? ഞാൻ നാവാക്കിയെടുക്കാൻ പോവുകയാണ്. നോക്കുക. ഞാനിത് ഈ ക്ലാസ്സിലേക്ക് നോക്കട്ടെ. സംഭവിച്ചു കണ്ടില്ലേ? ആത്മാവിലെത്തി കഴിഞ്ഞു. ഞാനത് പറയാൻ ശ്രമിച്ചു നോക്കട്ടെ. അത് മറ്റാരുമല്ല. എന്റെ ഞാനിത് തിരിച്ചറിയുന്നു. ഞാൻ ആ പേര് പറയാൻ പോവുകയാണ്. ആ പേര് ആളുടെ പേര് പറയും. പക്ഷേ എവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ പറ്റില്ല. താങ്ക് യു.